സഹോദരങ്ങളെ, സഹോദരിമാരെ, കേടാവലി അല്ലാഹു നമ്മുടെയും സൂഴലിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച ഡിസംബർ 6 ഡിസംബർ 6 പഴയ തലമുറയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഓർമ്മയുള്ള, അവരുടെ മനസ്സിലും മസ്തിഷ്കത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 33ാമത്തെ വർഷമാണിത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം. അറബി കലണ്ടർ അനുസരിച്ചാണെങ്കിൽ ഇത് 34ാമത്തെ വർഷമാണ്. 1413 ജമാദുൽ ആഖർ 12 ഈ മാസം ജമാദുൽ ആഖറാണ്. അപ്പോൾ അറബി കാലഘട്ടം അനുസരിച്ച് കഴിഞ്ഞ 3-ാം തീയതി 12-ാം തീയതിയായിരുന്നു ജമാദുൽ ആഖർ 12. 1447 ഹിജറ വർഷമാണിത്. 1413 ജമാദുൽ ആഖർ 12 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. അതുകൊണ്ട് അറബി കലണ്ടർ അനുസരിച്ച് ഈ മാസം 34 കൊല്ലം, 34ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. വർത്തമാനകാലത്ത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ്, പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ആയിരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്കും ഉള്ളറകളിലേക്കുമൊന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും പലതും ചർച്ച ചെയ്തിട്ടും ഈ ഡിസംബർ 6 ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയങ്ങളൊന്നായിരുന്നു അവതരിച്ചത്. പക്ഷെ ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തൊട്ടിട്ടില്ല. അതിനേക്കാൾ ഒരു മൂല്യവുമില്ലാത്ത, വർത്തമാനകാലത്തെ കേരളീയ സമൂഹത്തിന് ഒരു ഗുണം ചെയ്യാത്ത ധാരാളം കാര്യങ്ങളിലൂടെയാണ് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവ ചർച്ചയെ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട സമയമല്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചൊക്കെ എമ്മാതിരി ചർച്ചയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നടന്നത്. സംഘപരിവാർ ഭീകരതയെക്കുറിച്ച് വല്ലതും കേട്ടോ നിങ്ങൾ? ഗാന്ധിയെ വെടിവെച്ച, ബാബരി മസ്ജിദ് തകർത്ത, ഇന്ത്യ വിഭജിച്ച, ഇന്ത്യയിലെ മനുഷ്യരുടെ പൗരത്വം നിരാകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ പൊതുസമൂഹത്തിൻ്റെ സമ്പത്ത് കൊള്ളയെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ അതിഭീകരന്മാരായ കോർപ്പറേറ്റുകൾക്കും സവർണർക്കും ഈ രാജ്യത്തിനെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ സമർത്ഥന്മാരാണ് ഇവരെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയക്കാർ സത്യസന്ധരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു ഈ ഡിസംബർ 6. കാരണം ഡിസംബർ 11-നോ 9-നോ നമ്മുടെ ഇലക്ഷൻ. ഡിസംബർ 6 എന്ത് എന്നത് ഇന്ത്യയിലെ പൊതുസമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അളവുകോലാണ്. അതിനേക്കാൾ വലിയ ഒരു തെർമോമീറ്റർ സംഘപരിവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പനി പരിശോധിക്കാൻ നമ്മൾ എടുക്കേണ്ടതില്ല. പക്ഷെ ഒരു ഒറ്റ രാഷ്ട്രീയക്കാരന് ഉള്ള അനുഗ്രഹിച്ചിട്ട് അതിന് തൊട്ടിട്ടില്ലേ. പിന്നെ എന്താണ് രാഷ്ട്രീയം? ഞാനിപ്പോൾ കടന്നു പോകണില്ല, നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തുടങ്ങി ചില സംഘടനകളെ ഭീകരന്മാരാക്കി പ്രതിഷ്ഠിക്കലായിരുന്നു നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ മീഡിയ രംഗത്തേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. സംഘപരിവാർ ഇപ്പോൾ കേരളത്തിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാർലമെന്റിൽ നിങ്ങൾ കണ്ടില്ലേ, വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ചർച്ച. ഇന്ത്യയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച ഗുരുതരമായ പ്രതിസന്ധിയാണത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. വർത്തമാനകാല ഇന്ത്യ എങ്ങനെ പോകുന്നു, നാളെ എന്താകും, ഒന്നും ചർച്ചാ വിഷയമില്ല. ഇത് ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ധൈര്യമില്ല അത്തരമൊരു ഗതികേടിലേക്ക്. പക്ഷെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സാക്ഷിയിൽ നിന്ന്, കാരണം ഇത് നമ്മുടെ നാടാണ്, ഈ രാജ്യത്തെ
ബാബരി മസ്ജിദിന് ശേഷം വഖഫിലെത്തി നിൽക്കുന്നു, NRCയിലെത്തി നിൽക്കുന്നു, SIRൽ എത്തി നിൽക്കുന്നു. നമ്മൾ അപകടകരമായ കരുനീക്കങ്ങളിലൂടെ പൗരന്മാരുടെയും രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനെയും അവകാശങ്ങളെയും ഒക്കെ തടയിടുന്നതിന് വേണ്ടിയുള്ള നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാബരി മസ്ജിദ് മറക്കാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ പള്ളി തകർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 1-2 സ്ഥലത്ത് ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തകർക്കുന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ എന്തുകൊണ്ട് തകർക്കപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിപാദ്യങ്ങൾ വന്നിട്ടുണ്ട്. തകർക്കുന്നവരെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ച അല്ല കാണിച്ചിട്ടില്ല. ഏറ്റവും വലിയ അക്രമി ആരാണ്? ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിന്റെ ഭവനങ്ങളെ ജനങ്ങൾക്ക് തടയുന്നവരെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അത് കുറച്ചുകൂടി സൂക്ഷ്മതയുള്ള പ്രയോഗമാണ്. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ സ്വസ്ഥതയും വ്യക്തിപരമായ അനുഭവങ്ങളെയും ഒക്കെ വീട് പോലെ തന്നെ വിനിമയം ചെയ്യാൻ സാധ്യതയും സൗകര്യങ്ങളുമുള്ള ഇടമാണ് പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ വീട്, അതുകൊണ്ട് പള്ളിക്കും വീടിനും ഒരേ പ്രയോഗമാണല്ലോ നടത്തിയിട്ടുള്ളത്. ബൈത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീടിന് വീട് എന്നാണ്, ബൈത്ത് എന്നാണ് വീടിന് പറയാറ് പേര്. അതേ പ്രയോഗമാണ് പള്ളിക്ക് നടത്തിയിട്ടുള്ളത്. ബൈത്തുള്ള, അള്ളാഹുവിന്റെ ഭവനം, അള്ളാഹുവിന്റെ വീട്. നിങ്ങളെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അവിടെ എല്ലാം ചർച്ചയ്ക്കെടുക്കാം. നിങ്ങളുടെ വീട്ടിലെ ഏത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. വിശദാംശങ്ങൾ ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ നിർഭയരാണ്, നമ്മൾ സ്വസ്ഥരാണ്, നമ്മൾ സംരക്ഷണത്തിലാണ്, സുരക്ഷിതത്വത്തിലാണ്. അസ്വസ്ഥതകളും ആശങ്കകളും ഇല്ലാതെ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ഫലമനുഭവിക്കുന്ന സ്ഥലമാണ് വീട് എന്ന് പറയുന്നത്. എന്നതുപോലെ പള്ളി ഒരു വ്യക്തിയുടെ, സമൂഹത്തിന്റെ സ്വസ്ഥതയുടെയും സുസ്ഥിരതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും എല്ലാം കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയിൽ അവൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അവൻ അതിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംഘടനകളുടെ പള്ളിയല്ല, ജാതികളുടെ പള്ളിയല്ല, സമുദായങ്ങളുടെ പള്ളിയല്ല, വർഗങ്ങളുടെയും വംശങ്ങളുടെയും ഒന്നും കാര്യങ്ങൾ പറയാനുള്ളതല്ല. അള്ളാഹുവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ പ്രഖ്യാപിക്കുന്ന, കാര്യങ്ങളെ ആലോചിക്കുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിനൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെറിയ വട്ടത്തിലിട്ടിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കണ്ട. പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കാൻ, അവിടെ ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതും അതിൽ പെടും. പള്ളിയിൽ അതൊക്കെ നടക്കേണ്ടതാണ്. പക്ഷേ പള്ളിയുടെ ആത്യന്തികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിന് വേണ്ടി പറയാൻ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ നിർവഹിക്കാൻ, എല്ലാ കാര്യങ്ങളുടെയും അച്ചുതണ്ടും കിബിലയും മാനദണ്ഡവും അടിസ്ഥാനവും അടിത്തറയുമായി അള്ളാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് പള്ളി. അവിടുന്ന് വിട്ടാൽ പിന്നെ പല ജാതി താല്പര്യങ്ങൾ നമ്മളെ പിടികൂടും. പാർട്ടി താല്പര്യങ്ങൾ, സംഘടനാ താല്പര്യങ്ങൾ, സമുദായ താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, അധികാര താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ വലയം ചെയ്യും. പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോണില്ല. യഥാർത്ഥത്തിൽ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പള്ളികളിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയേണ്ടുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം പറയുന്ന സ്ഥലങ്ങളാണോ എന്നുള്ളത് ലോകാടിസ്ഥാനത്തിലും പ്രാദേശികാടിസ്ഥാനത്തിലും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പള്ളികളെ കുറിച്ചും റസൂലിന്റെ ഒരു ദീർഘദർശനം ഉണ്ടല്ലോ. ഉമ്മത്തി, ഒരു കാലഘട്ടം വരും, മുസ്ലിം ഉമ്മത്തിന് ഒരു കാലഘട്ടം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, പേരിലാണ് ഇസ്ലാം ഉണ്ടാവുക, പേരിൽ മാത്രമാണ് ഇസ്ലാം ഉണ്ടാവുക. പേര് കണ്ടാൽ എല്ലാവരും മുസ്ലിങ്ങളാണെന്നൊക്കെ തോന്നും. പക്ഷെ അവന്റെ നിലപാടുകൾ, അവന്റെ നിലവാരങ്ങൾ, അവന്റെ സമീപനങ്ങൾ, നടപടികൾ, അവന്റെ ചെയ്തികൾ, ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവന്റെ മതമേഖല, അവന്റെ രാഷ്ട്രീയ മേഖല, അവന്റെ സാമ്പത്തിക മേഖല, അവന്റെ കലാമേഖല, അവന്റെ സാഹിത്യ മേഖല,
അറബി പേരുള്ളവരുടേതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. സമൂഹത്തിന് അതെന്ത് ഗുണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറബി പേരുകൾ അതിന്റെ ഏറ്റവും നിസ്സാരമായ തലമുണ്ട്. ക്രിമിനൽ വൽക്കരണത്തിന്റെ പട്ടികകളിൽ മുസ്ലിം സമുദായത്തിനെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാരത്തിന്റെ വളരെ വ്യവസ്ഥാപിതമായ ഒരു നെറ്റ്വർക്ക് കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ കുറ്റകൃത്യം ചെയ്താലേ നമുക്ക് മാർക്കറ്റ് പറയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യൻ ജയിലുകൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലാണ്, ദലിതുകൾ ഏറ്റവും കൂടുതലാണ്. അധികാരത്തിലും അവകാശങ്ങളിലും ഏറ്റവും താഴെ കിടക്കുന്നവൻ ജയിലുകളിൽ ഏറ്റവും മുകളിൽ വരികയാണ്. മലയാള മീഡിയയിലും മലയാള പത്രങ്ങളിലും ഒക്കെ എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും എവിടെ വിലക്കിടുന്നത്. ഇത് സാധാരണക്കാരുമായി ബന്ധപ്പെട്ടിട്ട്. മറുഭാഗോ സമുന്നതന്മാർ, ഇസ്ലാമിന്റെ നാമധേയത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിമീങ്ങൾ. അറബി പേര് ഇസ്ലാമിന്റെ അടയാളമാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞ് ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, അടയാളമായിട്ട് അവന്റെ പേര് മാത്രം ഉണ്ടാവും. പ്രകടനങ്ങളും പ്രവണതകളും പ്രയോഗങ്ങളും പ്രബോധനങ്ങളും പ്രചരണങ്ങളും എല്ലാം അള്ളാഹുവിന് വിരുദ്ധമായിരിക്കും, ഇസ്ലാമിന് വിരുദ്ധമായിരിക്കും. പേര് അറബിയായിരിക്കും. അതുകൊണ്ട് അറബി പേര് കാണുമ്പോഴേക്ക് എല്ലാം കൂടി മുത്തഖീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്നും നമ്മൾ ധരിച്ചത്. ഇത് ഒരാൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട വിഷയമല്ലോ കേട്ടോ ഈ പറഞ്ഞത്. ഒരാൾ മുസ്ലിമാണോ മുഅ്മിനാണെന്ന് പറയാൻ നിങ്ങളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അതേസമയം നിലപാടുകളും സമീപനങ്ങളും ഒക്കെ വിശകലനം ചെയ്യുന്നിടത്ത് നമ്മൾ തോറ്റുപോകരുത്. ആ ഭാഗം അവിടെ വെക്കുക നമുക്ക്. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആൻ അക്ഷരത്തിലേ ഉണ്ടാവുള്ളൂ. എഴുതി വെക്കപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട, പ്രിന്റ് ചെയ്യപ്പെട്ട, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എല്ലാ ഡിജിറ്റൽ സ്വഭാവത്തിലൊക്കെയുള്ള ഖുർആൻ ഉണ്ടാകും. അക്ഷരങ്ങളിൽ മാത്രം ഖുർആൻ ഉണ്ടാകും. അവന്റെ കല്യാണം ഖുർആൻ അല്ല, അവന്റെ തക്കാരം ഖുർആൻ അല്ല, അവന്റെ രാഷ്ട്രീയ നിലപാട് ഖുർആൻ അല്ല, അവന്റെ മത നിലപാട് പോലും ഖുർആൻ അല്ല, അവന്റെ കുടുംബവും സാമ്പത്തികവും സദാചാരവും വിദ്യാഭ്യാസവും ഒന്നും ഖുർആന്റെ അടിസ്ഥാനത്തിലല്ല. അല്ലാതെ ഖുർആൻ അക്ഷരത്തിൽ വെക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഖുർആനിക മാനദണ്ഡങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വിഷയങ്ങളെ സമീപിക്കുന്നതിന് പകരം അപ്പോൾ കിട്ടുന്നതിന്റെ ലാഭത്തിനും കൂട്ടയോട്ടം നടത്തിയും നടുവേ ഓടിയും ഒക്കെ എന്താണോ എവിടെയാണോ എങ്ങനെയാണോ ഉള്ളത് അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഉണ്ടാവും. ഒരിടത്ത് ഖുർആനൊക്കെ ഉണ്ടാവും. അക്ഷരത്തിൽ മാത്രമേ ഉണ്ടാവൂ. അത് ഡിജിറ്റൽ ആണെങ്കിലും പ്രിന്റഡ് ആണെങ്കിലും ഇനി ഹാഫിളാണെങ്കിലും അക്ഷരങ്ങളായി അവൻ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറം അവന്റെ വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ മണ്ഡലങ്ങളിലും ഖുർആൻ എന്ത് പങ്ക് വഹിക്കുന്നു അതോടെ ഒക്കെ ഇതൊക്കെ ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞ വർത്താനങ്ങളാണ്. മസാജിദുഹും ആമിറത്തുൻ, അവരുടെ പള്ളികൾ തിങ്ങി നിറഞ്ഞതായിരിക്കും. രണ്ടർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. പ്രൗഢഗംഭീരമായിരിക്കും, പള്ളികളൊക്കെ അതിഗംഭീരമായിരിക്കും. മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ സംഘടനകളൊക്കെ മത്സരിച്ച് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതിമനോഹരമായ പള്ളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പള്ളികൾ മനോഹരാക്കുന്നതിനെ കുറിച്ചും അതിന്റെ ഒരു കരിസ്മാറ്റിക് പ്രഭാവത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരും. ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പള്ളിയൊക്കെ കണ്ടാല് അതിഗംഭീരമായിരിക്കും. അതെല്ലാ പള്ളികളും സംഘടനകളും വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ പള്ളികളെ വളരെ മനോഹരമാക്കും. ചിലപ്പോൾ നിറവും തികവും ഒക്കെ ഉണ്ടാവും. മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് കണക്കില്ല. മസ്ജിദുൽ നബവിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു കണക്കുമില്ല. അവിടെ നുസ്ക് സിയാറത്ത് റൗള ഷരീഫൊക്കെ സന്ദർശിക്കുന്നിടത്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. അത്രയും തിരക്കാണ്. റൗള ഷരീഫിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഉംറക്ക് പോകുന്നവരും എല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. മോശപ്പെട്ട അത് വളരെ പുണ്യകരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടത്ത് നിന്നുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് തിരക്ക് മൂലം സൗദി ഗവൺമെന്റ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ റൗള ഷരീഫിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സമയം തരുള്ളൂ. അതിന് പ്രത്യേക ആപ്പൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത്രയും തിരക്കാണ്. ഇസ്രായേലിന്റെ കയ്യിലാണ് ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സ സംഘപരിവാരത്തെ റിമോട്ട് ചെയ്യുന്ന ഇസ്രായേൽ മസ്ജിദുൽ അഖ്സയിൽ എന്താണോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാരം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് പോലും വിശ്വാസികൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്കാണ്. സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആള് പോകുന്നുണ്ട്. നമ്മളടുത്ത് പൈസയുണ്ട്, നല്ല ടൂറിസ്റ്റ് സംഘങ്ങളും, ടൂറിസ്റ്റ് അല്ല സിയാറത്ത് സംഘങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമ്മളെ പോകേണ്ടതൊന്നുമല്ലോട്ടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ നിയ്യത്ത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനം. ഒരു സുഗമമായ ഒരു യാത്ര, ഒരു ലക്ഷറി സൗകര്യം, ഒരു ടൂറിന്റെ ഒരു അനുഭവങ്ങൾ
ഒരു VIP ലുക്കിലേക്ക് നമ്മളൊക്കെ എടുത്തെറിയപ്പെടുന്ന സാഹചര്യങ്ങൾ നിനക്കുണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗം ഭക്തി, അല്ലെങ്കിൽ ഖുശൂഅ്, തഖ്വ, ബിർറ്, ഖുലുഖ്, ഹുസ്ന്, നമ്മളുടെ നടപടിക്രമങ്ങളെ പരിഷ്കരിക്കുന്നതിൽ, നമ്മളെ മാറ്റുന്നതിൽ, നമ്മുടെ നിലപാടുകളെ മാറ്റുന്നതിൽ ഹജ്ജിനും ഉംറക്കും തീർത്ഥാടനങ്ങൾക്കും ഒക്കെ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചു. ഭയങ്കര രസമായിരുന്നു, നല്ല അമീറായിരുന്നു, ഭയങ്കര ക്ലാസ് ആയിരുന്നു, അടിപൊളി പ്രസംഗമായിരുന്നു, ഭയഭക്തി ഇങ്ങനെ ഒലിച്ച് ഇങ്ങോട്ട്. പിന്നെ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പേരിനപ്പുറമുള്ള ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടായോ? അക്ഷരത്തിലുള്ള ഖുർആനിനെ പ്രയോഗങ്ങളിൽ കൊണ്ടുവന്ന് മനുഷ്യർക്ക് അനുഭവിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഇതൊക്കെ മാറ്റിയിട്ടുണ്ടോ? അപ്പോൾ മസ്സല അവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ നാട്ടിലെ പള്ളികളിലൊക്കെ ഇപ്പം അങ്ങനെ തന്നെ. ഇപ്പം നാട്ടിലെ സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ധാരി മോശപ്പെടുത്തിയിട്ടോ നന്നാക്കിയിട്ടോ പറയണ വർത്താനൊന്നുമല്ല. ഇത് അല്ല അങ്ങനെ പറഞ്ഞത്. മസാജിദുഹും, അപ്പോ അവിടേക്ക് മസാജിദുഹും ആമിറ, തിരക്കുള്ള പള്ളികൾ, നിറഞ്ഞു കവിയുന്ന പള്ളികൾ, അതിഗംഭീരമായ പള്ളികൾ, സന്മാർഗത്തിന്റെ ഏറ്റവും വലിയ തടസ്സയന്ത്രങ്ങളായിരിക്കും അത്. ഹിദായത്ത് കൊടുക്കാനാണ് പള്ളി. എല്ലാ വിഷയങ്ങളിലും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്താണ് ഹിദായത്ത്? മുസ്ലിം സമുദായത്തിന് മാർഗനിർദ്ദേശം നൽകേണ്ട കേന്ദ്രങ്ങളാണ്. മനുഷ്യർക്ക് തന്നെ മാർഗനിർദ്ദേശം നൽകേണ്ട കേന്ദ്രങ്ങളാണ്. അങ്ങനെ പള്ളിയാകണമെന്ന്. ആ ഹിദായത്ത് നൽകുന്നതിനെ കുറിച്ചാണ് കാരണം എല്ലാറ്റിന്റെയും അടിസ്ഥാനം അല്ലാഹുവാണ്. അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ പറയുക, അള്ളാഹുവിനെ പ്രഖ്യാപിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരം പ്രയോഗങ്ങളും അങ്ങനെ ഇപ്പൊ ലോകത്ത് എത്ര പള്ളിയുണ്ട് എന്നുള്ളത് അള്ളാഹു ആകും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് പള്ളിയൊക്കെ മോശമാണെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. പക്ഷെ പള്ളികൾ എന്ത് ചെയ്യണം? ഇപ്പൊ പള്ളികളിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്നതിനെ, ചിന്തിക്കുന്നതിനെ, ആലോചിക്കുന്നതിനെ, പ്രയോഗിക്കുന്നതിനെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ്? ഒരു വ്യാഖ്യാനത്തിൽ കുറെ ആള് വരും. സംഘപരിവാരം മാത്രമൊന്നുമല്ല ഇതിൽ കൊടുങ്ങുക. സംഘപരിവാരത്തിന് ഏതായാലും അജണ്ടകളുണ്ട്, വളരെ കൃത്യമാണ്. പള്ളി അവർക്ക് വലിയ ഭയമാണ്. പള്ളി പ്രതിനിധീകരിക്കുന്ന ഓരോന്നും സംഘപരിവാരത്തിന്റെ നട്ടെല്ലും അതിന്റെ നടുവടിക്കുന്നതുമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ബ്രാഹ്മണിസത്തെയും സവർണ മേധാവിത്വത്തെയും ഇത്രമാത്രം പച്ചയ്ക്ക് പ്രഹരിക്കുന്ന ഒരു സംവിധാനം ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഇവിടെ വന്നാൽ എല്ലാവരും നമുക്കിപ്പോൾ ഈ നിസ്കാരം വളരെ സിമ്പിൾ സിസ്റ്റമാണ്. നമുക്കിപ്പോൾ അത്ര മതിപ്പൊന്നും തോന്നൂല. പക്ഷെ പുറത്തുനിന്ന് വന്നാൽ പറയനും കണക്കനും പുലയനും നായരും നമ്പൂതിരും ബ്രാഹ്മണനും സവർണനും അവർണനും ഒക്കെ മുസ്ലിമായ അവിടെ ഒരു ഒറ്റ ക്യൂവിലാണ് വരിക. ആദ്യം വന്നവന് മുന്നിലിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് സംവരണമൊന്നുമില്ല. പൂജാരി ബ്രാഹ്മണനാകണമെന്ന് ഒരു നിർബന്ധമില്ല. നായർക്കെ സേവ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വെച്ചിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ ഇവരെ സേവിക്കേണ്ടവർ മാത്രമാണെന്നല്ല, ഇവിടെ വരുന്നവരൊക്കെ തുല്യ മനുഷ്യ സമത്വ പല ചീർപ്പിലെ പല്ലുകൾ പോലെ മനുഷ്യരൊക്കെ സമന്മാരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഖ്യാപനത്തിന്. അതുകൊണ്ട് തന്നെ ഹജ്ജിനൊക്കെ പോകുന്ന പോലെ അത്ഭുതപ്പെടുന്ന രംഗാണത്. കറുത്തോരും വെളുത്തോരും ഉരുണ്ടോനും കുറിയോനും നീളല്ലോനും ചുവപ്പും പച്ചയും എല്ലാ കളറുകളും വരിക്ക് നിന്നിട്ട് നിങ്ങളുടെ അറബികളൊക്കെ ഇടപെടെ ഈ സുഡാനികള് ആഫ്രിക്കക്കാരൊക്കെ വന്നാലും തൊട്ടടുത്ത് അറബികളൊക്കെ ഇപ്പൊ ഇരുന്ന് തക്കാരത്തിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നാല് മുന്തിയോനോ താഴ്ന്നോനൊന്നും ഒരു പരിഗണിക്കൂല. എല്ലാവരും വലിച്ചടുത്തേക്ക് ഇരുത്തും. നോമ്പോറ അഞ്ഞ് വേറെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോ അതിനൊക്കെ VIP വേറെ പവലിയൻ ഉണ്ടാവും, അവിടെ വേറെ സീറ്റ് ഉണ്ടാവും. ഈ സന്ദേശത്തെ ഇസ്ലാം വളരെ ആഴത്തിൽ പങ്കുവച്ചത് ഈ നമസ്കാരത്തിലൂടെയാണ്. ഈ സ്വഫ്, ഈ അണി, ഈ നമസ്കാരത്തിന് കൂടിയിരിക്കുന്ന സദസ്സ് ഒരേപോലെ ആർക്കും ഇവിടെ മെജോറിറ്റി ഇല്ല. അവന്റെ മാനസികമായ വ്യവഹാരങ്ങളിലൂടെയും അവന്റെ നിയ്യത്തിന്റെ വിശുദ്ധിയിലൂടെയും അവന്റെ ഇഖ്ലാസിലൂടെയും അല്ലാതെ മറ്റേ കാര്യപ്പെട്ട സിനിമ നടനാവുന്നുള്ളൂ. അതുകൊണ്ട് മൂപ്പർക്ക് ഒന്നാം സ്ഥാനം. ഇത് നമ്മളെ ഭരണാധികാരിയാണ്. മൂപ്പരെ ഏറ്റവും ഇമാമിന്റെ ബാക്കിൽ നിർത്തണം. മറ്റേ ആളൊക്കെ അത് മറ്റേ മഹാപണ്ഡിതൊക്കെ കേസരിയാണ്, അയാളാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല. വന്നത് ആരാണോ? ഇപ്പൊ പള്ളി വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ പള്ളിയിൽ സ്മരിക്കുന്നതിന് ഇവർ മാത്രമല്ല, അങ്ങോളം ഇങ്ങോളപ്പോ പള്ളി എന്തിന് എന്നുള്ള ചർച്ച വളരെ നിർണായകമാണ്. അതിലേക്ക് ഞാൻ കടന്നു പോകണില്ല. അപ്പൊ പറഞ്ഞത് ഇത് പറഞ്ഞിട്ടാണ് പിന്നെ ഖുർആൻ പറഞ്ഞത് അതിനെ തകർക്കാൻ, അതിനെ നശിപ്പിക്കാൻ, അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുന്നവർ ആരാണോ അത് നേരിട്ട് പറയുന്ന വർത്താനം. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേണ്ട. ആര് പൊളിച്ചാലും ശരി, മുസ്ലിങ്ങൾ തമ്മിൽ ശണ്ട കൂടി പൊളിച്ചാലും ശരി,
മുസ്ലിമേതര സംഘങ്ങൾ ശണ്ട കൂടി പൊളിച്ചാലും ശരി, വേറെ ഏതെങ്കിലും കൃത്യമായ അജണ്ടയോടുകൂടി തകർത്താലും ശരി, അള്ളാഹുവിന്റെ ദിക്ർ നിർവഹിക്കുന്നതിനും നിർമ്മിക്കപ്പെട്ട പള്ളിയെ തടയുകയും അതിനെ തകർക്കുകയും ചെയ്യുന്നവനേക്കാൾ അക്രമി ഒമൻ അലലം. അല്ല ഭയങ്കര പ്രയോഗം നടത്തിയിട്ടുള്ളത്. വളരെ അപൂർവ സ്ഥലങ്ങളിൽ അത്തരം പ്രയോഗങ്ങളുള്ളൂ. ഏറ്റവും വലിയ അക്രമീന വെറും ലാലിമല്ല. അലലം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാണ് വലിയൊരു അക്രമല്ല. കാരണം എല്ലാ അടിസ്ഥാനങ്ങളുടെയും അടിവേറിറക്കുന്ന പ്രവണതയാണത്, തകർക്കുന്ന പ്രവണതയാണത്, ശൂന്യമാക്കുന്ന പ്രവണതയാണത്. ഒമൻ അലലം മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. പള്ളി തകർക്കുന്നതിനും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനും അത് തടയുന്നവരെക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? ഉലൈക മാ കാന ലഹും യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഭയഭക്തിയോടെയും വിശുദ്ധിയോടെയും താഴ്മയോടെയും അല്ലാതെ ഒരാളും പള്ളിയിലേക്ക് കയറി വരാൻ പാടില്ലായിരുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫിദ്ദുനിയ ഖിസിയുൻ. ഇഹലോകത്തും പരലോകത്തും അവരെ നിന്യത കാത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ വിടുക, അതല്ല കൊടുത്തോളൂ. തകർക്കുന്നവർ എന്തിനു തകർത്തു, എങ്ങനെ തകർത്തു എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. വേറെ സ്ഥലത്ത് പള്ളി തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ഇസ്രായേലാണ്. നേരത്തെ ഓതി വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമായി. അവനാൻ്റെ ഉത്തരവാദിത്തം അവനാനെ തന്നെ ഏൽപ്പിച്ചത്. വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രസ്ഥാനങ്ങളെയൊക്കെ ഉത്തരവാദിത്തം അതിൻ്റെ നേതാക്കന്മാരെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ല അല്ലാണ്ട് ഏറ്റെടുക്കുന്നു എന്ന് എവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് നേരെ ഏറ്റെടുക്കും നിങ്ങൾ നല്ലോണാണെങ്കിൽ. ഇൻ അഹ്സൻതും, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, പ്രൊഫഷണലായി ചെയ്യുന്നവരാണെങ്കിൽ, വിശുദ്ധിയോടെ സൗന്ദര്യത്തോടെ ചെയ്യുന്നവരാണെങ്കിൽ, അഹ്സൻതും ലിഅൻഫുസിക്കും, അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ, അതിന് ധാരാളം വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കടന്ന് പോണില്ല. വൈനസഅതും ഫലഹ, എല്ലാ അവസരങ്ങളെയും മോശപ്പെടുത്താനും വളരെ വളരെ നീചമാക്കാനും ഏറ്റവും മലീമസമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുമാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് നന്നായി, നിങ്ങൾ കെട്ടുപോയാൽ, നിങ്ങൾ സ്വയം ചീഞ്ഞുപോയാൽ അതിൻ്റെ ദുരന്ത ഫലങ്ങളും അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇത് പറഞ്ഞിട്ടാണ് പിന്നെ അല്ലാഹു ഫൈദാ ജാവഅതുൽ ആഖിറ. ഇത് അന്നത്തെ മുസ്ലിമീങ്ങളെ, യഹൂദന്മാരായിരുന്നല്ലോ അന്നത്തെ മുസ്ലിമീങ്ങൾ. ഇസ്രായേൽ ഇന്നും ഇസ്ലാമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള യഹൂദന്മാർക്കാട്ടോ. ഇത് രണ്ടും ഇരട്ടവറ്റ സന്തതി പോലെയാണ്. ഏകദൈവത്വം, പ്രവാചകത്വം, വേദഗ്രന്ഥങ്ങൾ. അപ്പൊ ഈ ഏട്ടരഞ്ചരും തെറ്റിയുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്നതുപോലെയാണ് ഇസ്രായേലും ഇസ്ലാമും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അവർക്ക് വിഗ്രഹങ്ങളും ബഹുദൈവത്വ സങ്കല്പങ്ങളൊന്നും ഇല്ലല്ലോ. ലോകത്തെ ഏകദൈവത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ മുറുകെ പിടിക്കുന്നത് ഇസ്ലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലാണ്. അവർക്ക് വിഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് തുടങ്ങിയിട്ട് പല കാര്യങ്ങളിൽ. പക്ഷേ അടിസ്ഥാനങ്ങളെ വേര് പിഴുത് പേക്കോലങ്ങളാക്കി വെച്ചിട്ടുള്ള സംഘമാണ് ഇസ്രായേൽ. എല്ലാറ്റിൻ്റെയും മൂല്യങ്ങളെ ചോർത്തിയെടുത്ത് അതിൻ്റെ ജീവൻ കളഞ്ഞ് അവരുടേതായ ഈ അസഅത്തും അവരുടെ നീചമായ ഇസ്രായേലിനെ കുറിച്ച് ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്, അള്ളാഹു ചെയ്ത നിഅമത്തുകളെ മുഴുവൻ മാറ്റിക്കളഞ്ഞവരാണ് അവർ. അല്ലാഹു നന്മ കൊടുത്താൽ ഓലെ തിന്മയാക്കും, അല്ലാഹു നല്ലത് കൊടുത്താൽ ഓലെ അത് കെട്ടതാക്കും. എല്ലാ നിഅമത്ത് സൽ ബനി ഇസ്രായേലക മാതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന. അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞത്. ഇസ്രായേലിനോട് ചോദിക്കേ, ഓൽക്കറിയാലോ ചരിത്രത്തിൽ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള പദവികൾ. പക്ഷെ കൊടുത്തതിലേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ നിഅമത്തുകളെ ബദല് ചെയ്തവരാണവർ. സക്കാത്ത് കൊടുക്കാൻ പറയുമ്പോൾ പലിശ കച്ചവടം ചെയ്യും. വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പെണുവാണിപ്പവും വ്യഭിചാരവും സ്വവർഗരതിയൊക്കെ പഠിപ്പിക്കും. അതുപോലെ തന്നെ സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തിനെ കുറിച്ച് അവർ സംസാരിക്കും. ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ പറയുമ്പോൾ ആയുധ കച്ചവടത്തെ കുറിച്ച് അവർ സംസാരിക്കും. ലോകത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റും പറയുമ്പോൾ എല്ലായിടത്തും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവർ പണിയെടുക്കും. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതാണ് ഫലഹ. അവരെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നന്നായി. ഇതിപ്പോ നമുക്കും ബാധകം കേട്ടോ. ഇത് മുസ്ലിം ഉമ്മത്തിനും ബാധകമാണ്. കാരണം ഒരു മുൻകഴിഞ്ഞ ഒരു ദർശനത്തെ, ഒരു ആശയത്തെ, ഒരു പ്രയോഗത്തെ ഏറ്റെടുത്ത ഉമ്മത്ത് എങ്ങനെ ജീർണമാവുകയും തകരുകയും മലീമസമാവുകയും ചെയ്തു എന്നതിന്റെ ഉദാഹരണമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സൂറത്തുൽ ഇസ്രായേൽ തന്നെയാണ് ഇതുള്ളത്. ഫൈദാ ജാവഅതുൽ ആഖിറ. അവരോട് അല്ലാഹു പറഞ്ഞു, ഒരു പ്രാവശ്യം അല്ലാഹു വെള്ളം കുടിപ്പിക്കും, ഇനിയും കൂടെ വെള്ളം കുടിപ്പിക്കും. ആദ്യം വെള്ളം കുടിപ്പിച്ച പറയുന്നുണ്ട്, രണ്ടാമത്തെ സമയത്തും ലിയസൂഉ വുജൂഹക്കും, രണ്ടാമത്തെ സമയത്തും നിങ്ങളെ സങ്കടപ്പെടുത്താൻ, നിങ്ങളെ വിഷമത്തിലാക്കാൻ,
നിങ്ങളെ വലിയ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങളുടെ സ്വച്ഛമായ അവസ്ഥകളെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തീരുമാനിച്ചു. ലിയസൂഉജൂഹകും, നിങ്ങളുടെ മുഖങ്ങളെ മോശമാക്കാൻ, വലിയദ്ഖുലൽ മസ്ജിദ കമാ ദഖലൂഹു അവല മറ, നിങ്ങളുടെ പള്ളികളിലേക്ക് അവർ കടന്നു വന്ന് തകർക്കുന്നതിനും ദരിദ്രവാക്കുന്നതിനുമുള്ള അവസരങ്ങളും നാം അവർക്ക് ഒരുക്കി കൊടുത്തു. രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് അതാ, ലിയുതബ്ബിറു തത്ബീറ, കീഴടക്കിയതിനെയൊക്കെ അവർ ഗംഭീരമായി നശിപ്പിച്ചു, അതിഗുരുതരമായ സ്വഭാവത്തിൽ നശിപ്പിച്ചു. എനിക്കിതിലെ നിങ്ങളോട് പറയാനുള്ളത്, ഇത് സൂറത്ത് 17-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. ഇതിന്റെ ആദ്യത്തെ 1, 2, 7 ആയത്തുകൾ 8 ആയത്തുകളുള്ളൊരു ഭാഗമുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണമൊക്കെ നിങ്ങൾ വീട്ടിൽ തഫ്സീർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അതിൽ നന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും നിസ്സഹായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പള്ളികളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട അധികാര സ്ഥാപനങ്ങളും ഒക്കെ തകർക്കപ്പെടാൻ കാരണമായത്? അത് വിശദീകരിക്കുന്നിടത്ത് നമ്മളൊക്കെ മുമ്പിൽ എല്ലാ ചിത്രവും തെളിഞ്ഞു വരും. മുസ്ലിം ഉമ്മത്തിന്റെ ഗതികേടുകൾ, അതനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അവരെ എന്തുകൊണ്ടാണ് അള്ളാഹു അള്ളാഹ്ക്ക് വേണമെങ്കിൽ പണ്ട് മറ്റേ സൂറത്തുൽ ഫീൽ ഉണ്ടല്ലോ, കാബ ആക്രമിക്കാൻ വന്നപ്പോൾ അബൂ തലബിനെ വിട്ട പക്ഷിക്കൂട്ടത്തിനെ വിട്ട മാതിരി ബാബരി മസ്ജിദിന്റെ കാര്യത്തിലും ബൈത്തുൽ മുഖദ്ദസിന്റെ കാര്യത്തിലൊക്കെ പക്ഷികളെ വിട്ടാൽ മതിയല്ലോ. പക്ഷെ അള്ളാഹ് വിടുന്നില്ല. ഇപ്പോൾ അത് വിടാതിരിക്കാനുള്ള കാരണം ഇതിനെ പ്രതിനിധീകരിക്കുകയും ഇതിനെ സംരക്ഷിക്കുകയും ഇതിനു വേണ്ടി നിലനിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉമ്മത്ത് ഇവിടെ ഉണ്ട്. അന്ന് അബൂ തലീബ് പറഞ്ഞത്, അബ്ദുൽ മുത്തലീബ് പറഞ്ഞത്, ഇതിന്റെ വല്യാപ്പ അബ്ദുൽ മുത്തലീബ് പറഞ്ഞത് കാബ അള്ളാൻ്റെതാണ്, അത് അള്ളാഹ് കാത്തോളും, ഒട്ടകങ്ങൾ ഞങ്ങളതാണ്, അത് ഇങ്ങോട്ട് തന്നല്ലേ. ഒട്ടകങ്ങൾ നിങ്ങൾക്ക് അബ്രാഹത്തിനോട് ചർച്ച നടത്തിയപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളെ തടുക്കാനുള്ള കഴിവില്ല, ഞങ്ങളുടെ കയ്യിൽ സാധനമില്ല. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ അള്ളാഹ്ക്ക് അങ്ങനെ ഏൽപ്പിക്കണം, അള്ളാഹുവേ ഞങ്ങൾ ഗതികെട്ട അവസ്ഥയിലാണ്. ഷൈനോ അതും പറയണമെങ്കിൽ അബ്ദുൽ മുത്തലിബിന് ആ ഒരു ഈമാനെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ഇത് അള്ളാഹുവിൻ്റെതാണെന്നും അള്ളാഹു സംരക്ഷിക്കുമെന്നും, ഒട്ടകങ്ങൾ ഭൗതികമായിട്ട് നമ്മളെ സാധനമാണ്, നമ്മളെന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ അള്ളാഹ് ബാബരി മസ്ജിദ് മുതൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ഓരോ സാധനങ്ങളും ആരാണ് കാക്കുക? എങ്ങനെയാണ് കാക്കുക? യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലി സമുദായത്തിന് സംഭവിച്ചിട്ടുള്ള ജീർണതകളുടെ അടിയൊഴുക്കുകളെ മുഴുവൻ ഈ സൂക്തങ്ങളിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പറയാൻ നിന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഈ ഭാഗം സൂറത്തു ഇസ്രായേലെ 1 മുതൽ 7 വരെയുള്ള സൂക്തങ്ങളുടെ 8 വരെയുള്ള സൂക്തങ്ങളുടെ അർത്ഥം ഒന്ന് പരിശോധിക്കുക. അതിൻ്റെ വിശദീകരണങ്ങൾ വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ചിത്രങ്ങളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നഗരങ്ങൾ ശൂന്യമാകും. നിങ്ങളുടെ നഗരം അഹമ്മദാബാദ്, അലഹാബാദ്, ഹൈദരാബാദ് ശൂന്യല്ലേ? ഇപ്പോൾ പേര് മാറ്റപ്പെട്ടുകൊണ്ട് ഹൈദരാബാദൊക്കെ നാളെ മാറും, അലഹാബാദ് മാറും. അലഹാബാദ് പ്രയാഗ്രാജായി ആയല്ലോ, ഔറംഗാബാദ് മാറി, എല്ലാം മാറാൻ പോവാണ്. നിങ്ങളുടെ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും. ഇന്ത്യയിൽ ഉണ്ടാക്കിയ നഗരങ്ങളൊക്കെ ആരുണ്ടാക്കി എന്നുള്ളത് പഠിക്കേണ്ടതാണ്. 800 വർഷത്തെ ഇസ്ലാം മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ അടയാളങ്ങളെയും അപകടകരമായ രീതിയിൽ മായ്ച്ചു കളയാൻ ഓരോ സിംബലുകളും ഒന്നുമല്ലാതാക്കി മാറ്റാം. നഗരങ്ങൾ ശൂന്യമാവും. നഗരങ്ങളിലൊക്കെ നിങ്ങൾ പോയോക്കും എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്നുള്ളത്. ഇന്നലകളിലെ അധികാരത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു സമൂഹം, ഇതിൻ്റെ ഇടയിൽ വേറെ വായനയും കൂടി ഉണ്ട്, അത് നമ്മൾ പങ്കുവെക്കേണ്ടതാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട്, ഇന്ത്യ വിഭജനത്തിലെ പ്രതികളാണ് ഞാനുങ്ങളും. അമിത്ഷാ മുതൽ നരേന്ദ്രമോദിയും സംഘപരിവാരവും ഒക്കെ നമ്മളെ വേട്ടയാടുന്ന അത് പറഞ്ഞുകൊണ്ടാണ്. ഇതിനെ സൂക്ഷ്മമായിട്ട് പഠിച്ചു. ഒരു ഏതോ പുസ്തകം എൻ്റെ മനസ്സിലില്ല. അതിൽ പറയണത് ശരിക്ക് സംഘപരിവാർ വളരെ സമർത്ഥമായിട്ട് കളിക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളെ പുറത്തേക്കാണ് ചെയ്തത് ഇന്ത്യയിൽ. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന പ്രദേശങ്ങളാണ് മുറിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റിയത്. നമ്മൾ വിചാരിക്കുന്നത് മുറിച്ചു കൊണ്ടേയെന്നല്ലേ. ബംഗാൾ മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ പഞ്ചാബി പാകിസ്ഥാനി മുസ്ലിമീങ്ങളും ആ ഭാഗത്ത് പണ്ടേ മുസ്ലിങ്ങളാണ് കൂടുതൽ. ശരിക്ക് സംഘപരിവാർ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ വെട്ടിമാറ്റുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന്. ഇപ്പൊ ഉള്ള മുസ്ലിങ്ങളെ വെട്ടിമാറ്റാനാണ്, ഇങ്ങോട്ടും പോകാത്ത മുസ്ലിങ്ങളെ വെട്ടിമാറ്റാനാണ്. നമ്മൾ വിചാരിക്കുക എന്താ ഇന്ത്യ മുസ്ലിങ്ങൾ കുറിച്ചുണ്ടോ എന്ന. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി സയനിസ്റ്റ് കമ്പനിയായിരുന്നു, യഹൂദന്മാരുടെ കമ്പനിയായിരുന്നു. തുർക്കിയിലും ഇന്ത്യയിലും അവർ വന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ അടിസ്ഥാനങ്ങളെ തകർക്കാനാണ്. അന്നത്തെ സയനിസവും സംഘപരിവാരവും കൂടി വളരെ സമർത്ഥമായിട്ടാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാവണമെന്നുള്ള കരുക്കൾ നിർമ്മിക്കുകയും
പ്രയോഗിക്കുകയൊക്കെ ചെയ്തത്. നമ്മൾ ഒരു ഇന്നത്തെ കളി നമ്മൾ കാണുള്ളൂ. ഇന്നലെ 2-20 തോറ്റ് അതിൻ്റെ ഇനിയിപ്പം മറ്റന്നാ കളിൻ്റെ അതിൽ ജയിക്കുകയും അങ്ങനെയുള്ളപ്പോൾ നമ്മളെ റൂട്ട് പോണത്. ധാര് കളിക്കണേ, എന്തിന് കളിപ്പിക്കണേ, എവിടെ കളിപ്പിക്കണേ, നമ്മുടെ ചർച്ചാ വിഷയമല്ല. മുറിച്ചു. അങ്ങനെ ബംഗാൾ മുസ്ലിമീങ്ങൾ പാകിസ്ഥാൻ അങ്ങോട്ടും പോയി. പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ബംഗാൾ മുസ്ലിമീങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുപോയി. ബാക്കി മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. ആ മുസ്ലിങ്ങളെ കൊണ്ട് ഇപ്പം എന്ത് ചെയ്യണമെന്നാണ്? സാരങ്ങൾ ശൂന്യമാക്കപ്പെടും, ആരാധനാലയങ്ങൾ തകർക്കപ്പെടും, നിങ്ങളുടെ പെൺകൊടിമാർ അഭിമാനവും ഇസ്സത്തില്ലാത്തവരായി മാറും, നിങ്ങളുടെ ചെറുപ്പക്കാർ അടിമകളെ പോലെ പെരുമാറുന്നവരായിട്ട് മാറും. അതിൻ്റെയൊക്കെ നല്ല വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിന്റെ വിശദീകരണങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗംഭീരമായൊരു പ്രസംഗമുണ്ട്. ആ വിശദീകരണത്തില് മുസ്ലിം ഉമ്മത്ത് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാഴ്ചകളും അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ആന്തരികമായി നിങ്ങൾ ചിതല കയറിയാൽ, ആന്തരികമായി നിങ്ങളുടെ കാതല് തിന്നുപോയാൽ, നിങ്ങളുടെ ധാർമ്മികമായ കരുത്ത് ചോർന്നു പോയാൽ പിന്നെന്താവും? നിങ്ങളുടെ നഗരങ്ങളിലേക്കും നിങ്ങളുടെ വീട്ടിന്റെ മുമ്പുള്ള ഇതില് ജാസോ ഹിലാലദ്ദിയാ, നിങ്ങളെ വീട്ടിലേക്ക് നുഴഞ്ഞു വരും. അതാണ് SIR. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? ആർക്കും പേടിയില്ലല്ലോ. SIR വരുന്നതിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എഴഞ്ഞ് ചാരപ്രവർത്തനം നടത്തി സാരാണ് യഹൂദൻ എന്ന് തെരഞ്ഞു പോകുന്നത് പോലെ ഓരോ മുസ്ലിമിന്റെയും പൗരത്വത്തെയും ഐഡന്റിറ്റിയെയും ചുഴിഞ്ഞ് നുഴഞ്ഞു കയറി അവർ വരും. അതിക്രൂരന്മാരും ഒരു നിലപാടില്ലാത്ത സംഘങ്ങൾ ഇറങ്ങി വന്നിട്ട് ഈ പണികൾ നടത്തും. ഇതൊക്കെ അല്ല നിങ്ങളുടെ വാഗ്ദാനം. ഇതിന് 1ാം ഘട്ട പരീക്ഷണം എന്നുള്ളതിലേക്ക് പറഞ്ഞപ്പോൾ ആ വർത്താനാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഈ ഭാഗം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൃത്യമായ ചിത്രങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ തൽക്കാലം അവിടെ നിർത്തുകയാണ്. പറയാനുള്ളത് നമ്മുടെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ബാക്കി പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി സൂചിപ്പിക്കാം. പക്ഷെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവണം. ബാബരി മസ്ജിദ് 30 വയസ്സിനും 34 വയസ്സിനും അപ്പുറമുള്ളവർക്ക് ആണിപ്പോൾ ഓർമ്മ ഉണ്ടാവുക. പുതിയ തലമുറയിൽ 35 വയസ്സുള്ള ആളുകൾക്ക് പോലും ഈ സംഭവം ഓർമ്മ ഉണ്ടാവില്ല. അപ്പുറത്തുള്ള ഒരു തലമുറക്കാണത് ഓർമ്മയുള്ളത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇന്ത്യയെ നോക്കുകുത്തിയാക്കി സംഘപരിവാർ നടത്തിയിട്ടുള്ള അപകടകരമായ ഓപ്പറേഷൻ, അതിൻ്റെ തിക്ത ഫലങ്ങളിലൂടെ ഈ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അതിജീവിക്കണം എന്നതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആഴമുള്ള നിഷ്കളങ്കമായ പഠനങ്ങളും പരിശീലനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളും പ്രബോധനങ്ങളും ഒക്കെ നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. കരുണാവാരിധി അല്ലാഹു നല്ല പരിണതികൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരന്മാരും, ഒരിക്കൽ കൂടി പ്രത്യേകിച്ചും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിഷയത്തിലൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൂടുതൽ നന്നായി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നെയും ഞങ്ങളിൽ ഉണർത്തുന്നു. പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വലാത്താണ്. അതിൽ പള്ളി തോറ്റു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നും പള്ളിക്ക് ഉണ്ടാവില്ല. നമസ്കാരത്തിനാണ് പള്ളി. നമസ്കാരം എന്താണെന്ന് പലപ്പോഴും നമ്മൾ പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്ക് എത്തുന്ന കാര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളി, ഏത് പള്ളിയായിക്കോട്ടെ, ഇനിയോ ഇതായതോ പള്ളിയോ ഏത് പള്ളിയാണെങ്കിലും വേണ്ടിയില്ല, തൊട്ടടുത്തുള്ള പള്ളികളിൽ നമസ്കരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ശീലമാക്കി നമ്മളുടെ മക്കൾ, നമ്മളുടെ കുടുംബങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ എത്ര പള്ളിയും മനോഹരമായി പുനർനിർമ്മിക്കാൻ, ഏത് പള്ളിയും പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. സ്വന്തം പള്ളിയോട്, സ്വന്തം പ്രദേശത്തുള്ള പള്ളികളോട് ഏറ്റവും ഹൃദ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക, നമസ്കാരം കൊണ്ട് പള്ളികളെ ശക്തിപ്പെടുത്തുക, ആ നമസ്കാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്നുകൂടി വളരെ പ്രാഥമികമായി ഈ കാര്യത്തിൽ എന്നെയും നിങ്ങളിൽ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അവസ്ഥകളും നല്ല പരിണതികളും നൽകി നമ്മെയും ഈ നാടിനെയും ഒക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആശങ്കകളുടെയും സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അന്തരീക്ഷങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യക്തികളെന്ന നിലക്ക് തന്നെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകളും ഗുരുതരമായ തെറ്റുകളും ഒക്കെ പറ്റിപ്പോകുന്നവരാണ്. കരുണാവാരിധി അല്ലാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ, നീ ഞങ്ങളോട് മാപ്പാക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലുമൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും ഇടകളിൽ നിന്നൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഉമ്മ അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും അവരോടൊക്കെ നീ എങ്ങനെയാണോ അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചത് അതിനേക്കാൾ നന്നായി കരുണാവാരിധി അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് നീ പൊറുക്കണേ റബ്ബ്, പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. നാടിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ പല അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല പരിണതികൾ നൽകി
അവരെ നീ തുണക്കണേ തമ്പുരാനെ. കരുത്തും ശക്തിയുമുള്ള നേതൃത്വങ്ങൾ നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഐക്യവും ഒരുമയും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ സമുദായത്തെയും ഉമ്മത്തിനെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا فانصرنا يا رب العالمين وانصرنا على القوم الكافرين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله. صلى الله على محمد صلى الله عليه وسلم.